കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കണ്ടാലൊട്ടറിയുന്നു ചിലരിതു, കണ്ടാലും തിരിയാ ചിലർക്കേതുമേ. കണ്ടതൊന്നുമേ സത്യമല്ലെന്നതു മുമ്പേ കണ്ടിട്ടറിയുന്നിതു ചിലർ. മനുജാതിയിൽ തന്നെ പലവിധം മനസ്സിനു വിശേഷമുണ്ടോർക്കണം. പലർക്കും അറിയണമെന്നിട്ടല്ലോ പല ജാതി പറയുന്നു ശാസ്ത്രങ്ങൾ. കർമ്മത്തിലധികാരി ജനങ്ങൾക്കു കർമ്മശാസ്ത്രങ്ങളുണ്ടു പലവിധം. സാഖ്യശാസ്ത്രങ്ങൾ, യോഗങ്ങൾ എന്നിവ സംഖ്യയില്ലതു നിൽക്കട്ടെ സർവവും. ജന്മമൃത്യു ജരാവ്യാധികൾ ദുഃഖദോഷങ്ങൾ ഈ മാംസപിണ്ഡത്തെ, ഈ ശരീരത്തെ സദാ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ബാഹ്യജീവിതം അനിത്യവും അസുഖവുമാണെന്ന് വ്യക്തമായി തെളിഞ്ഞാൽ പിന്നെ ഒന്നേ ചെയ്യാനുള്ളൂ, ഇതിൽ നിന്നുകൊണ്ട് നിത്യനായ ജഗദീശ്വരനെ സർവാർപ്പണ ബുദ്ധിയോടെ ഭജിക്കുക എന്നതാണത്. അനിത്യമസുഖം ലോകമിമം പ്രാപ്യ ഭജസ്വമാം. അനിത്യവും അസുഖവുമായ ലോകത്തെത്തിയാൽ പിന്നെ എന്നെ ഭജിക്കുകയാണ് വേണ്ടത് എന്ന് ഭഗവാൻ ഗീതയിൽ വ്യക്തമായി പറഞ്ഞു വരുന്നുണ്ട്. ജീവിതത്തിൻ്റെ അനിശ്ചിതത്വം, അനിത്യം ചിലർക്ക് വേഗത്തിൽ മനസ്സിലാവുന്നു. അവർ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുന്ന മനുഷ്യർക്ക് മുമ്പിൽ ഒരു ഗുരുവിനെ ഭഗവാൻ എത്തിക്കുമെന്നാണ് പറയുന്നത്. അത് ആ ഒരു ഗുരു ഒരു പുസ്തകത്തിൻ്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രഭാഷണത്തിൻ്റെ രൂപത്തിലായിരിക്കാം. സമയം നല്ലതാണോ അവിടെ ആ ഭഗവാൻ ആ സമയത്ത് ഗുരുവിനെ എത്തിച്ചു തരുമെന്നാണ്. മതിച്ചു നടക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ പെട്ടെന്ന് ഒരു ഉൾവിളി ഉണ്ടാകുമെന്നാണ്. ഗൗതമ ബുദ്ധന്റെ ജീവിതം നമുക്കറിയാം. ജനന സമയത്ത് കൊട്ടാരം ജ്യോതിഷികൾ അദ്ദേഹം വലിയൊരു സന്യാസിയോ അല്ലെങ്കിൽ വലിയൊരു പണ്ഡിതനോ ആയി ലോകഹിതത്തിന് കാരണമായി തീരുമെന്ന് പ്രവചിക്കുന്നുണ്ട്. ഇത് കേട്ട പിതാവിന് ആകെ പരിഭ്രമമായി. എന്താണ് ഈ മകൻ എന്നിൽ നിന്ന് വിട്ടുപോകുമെന്നുള്ള മമതാബന്ധം. അതുകൊണ്ട് പിതാവ് ആ മകനെ പുറം ലോകം കാണിക്കാതെ വളർത്തി. മനുഷ്യരുടെ ദുരിതങ്ങൾ കാണാതെ, പുറം ലോകം കാണാതെയുള്ള ആഡംബര ജീവിതമായിരുന്നു ബുദ്ധന്. അങ്ങനെ 29 വർഷങ്ങൾക്കു ശേഷം കപിലവസ്തുവിൻ്റെ തെരുവിലൂടെ യാത്ര ചെയ്യവേ മനുഷ്യ ജീവിതത്തിൻ്റെ ദുരിതം നേരിട്ട് കാണുകയാണ് ഗൗതമ ബുദ്ധൻ. അതിനു മുൻപ് വരെ എന്താണ് മനുഷ്യ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ, എന്താണ് ജീവികൾക്ക് വരുന്ന ഭാവവൈചിത്ര്യങ്ങൾ, എന്താണ് പ്രകൃതിയിലെ മാറ്റങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചൊന്നും ഗൗതമ ബുദ്ധൻ്റെ മനസ്സിലോ ചിന്തയിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊരു കാഴ്ച അവനിൽ നിന്ന് ആ പിതാവ് മറച്ചു വെക്കുകയായിരുന്നു. തെരുവിൽ ഇങ്ങനെ യാത്ര ചെയ്യുവേ തെരുവിൽ ഗൗതമൻ ആദ്യം കാണുന്നത് അവശനായ ഏകാഗിയായ ഒരു വൃദ്ധനെയാണ് കാണുന്നത്. വിശന്നു വയറൊട്ടി അവശനായി കിടക്കുന്ന ഏകാഗിയായ ഒരു വൃദ്ധൻ. പിന്നെയോ ഒരു രോഗിയെ കാണുന്നു. ആ രോഗിയും അവശനും ആരോരും തുണയില്ലാതെ ഏകാഗിയായി കിടന്നു പുളയുന്ന ഒരു രോഗി. പിന്നെ ഒരു ശവശരീരമാണ് കാണുന്നത്. പുറം ലോകത്തെ കാഴ്ചകൾ ഇതുവരെ അന്യമായിരുന്നു ഗൗതമന്. ഈ കാഴ്ച കണ്ട അമ്പരന്ന ഗൗതമനോട് എല്ലാ ജീവജാലങ്ങളിലും വാർദ്ധക്യം, രോഗം, മരണം എന്നിവയ്ക്ക് വിധേയമാണെന്ന് അദ്ദേഹത്തിൻ്റെ സാരഥി വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഗൗതമനെ അലോസരപ്പെടുത്തി. തിരികെയുള്ള യാത്രയിൽ തെരുവിൽ അലഞ്ഞു നടക്കുന്ന ഒരു സന്യാസിയെ കാണുവാനിടയായി ഗൗതമൻ. ഒരു സന്യാസിയായാൽ ഇത്തരം കഷ്ടപ്പാടുകളിൽ നിന്ന് മറികടക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുകയും കഷ്ടതയുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം തേടി രാജ്യം വിടാൻ തീരുമാനിക്കുകയും ചെയ്യുകയാണ് ഗൗതമൻ. പിന്നീടുള്ള ചരിത്രം നമുക്കറിയാം. മനസ്സിൽ ഒരു കനലായി രൂപമെടുക്കുന്ന വൈരാഗ്യത്തെ, ഈ വൈരാഗ്യം എന്നാൽ ലോക ജീവിതത്തിൻ്റെ അനിത്യം മനസ്സിലാക്കിയിട്ട് മനസ്സിൽ എല്ലാറ്റിനോടും ഒരു അനാസക്തി, അതായത് ഒരു ഡിറ്റാച്ച്മെന്റ് തോന്നുന്ന അവസ്ഥ, അതിനെയാണ് വൈരാഗ്യം എന്ന് പറയുക. അങ്ങനെ ഒരു ഡിറ്റാച്ച്മെന്റ് തോന്നുന്ന സമയത്ത് ഈശ്വരൻ തന്നെ ഗുരുവിൻ്റെ രൂപത്തിൽ നമുക്ക് മുന്നിൽ വരും എന്നാണ്.
ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ അറിവ് നേടുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ചിലര് ഇതൊക്കെ നേരത്തെ കണ്ടറിയുന്നു, എന്നാലോ ചിലർക്ക് ഇത്തരം ചിന്തകൾ എത്ര കണ്ടാലും കേട്ടാലും ഉണ്ടാവുകയേയില്ല. എത്ര തന്നെ ദുരനുഭവങ്ങൾ ഉണ്ടായാലും ഈശ്വരങ്കിലേക്ക് ചിലർ മനസ്സു കൊടുക്കുന്നതേയില്ല. ഒന്നും കണ്ടാലും കേട്ടാലും പഠിച്ചാലും അനുഭവിച്ചാലും തിരിയാതെ നട്ടം തിരിഞ്ഞ് ഈ സംസാരത്തിൽ കിടന്ന് പുളഞ്ഞു നടക്കുക മാത്രം ചെയ്യും മനുഷ്യൻ എന്നാണ്. അതാണ് ആചാര്യൻ പറയുന്നത്. കണ്ടാലോട്ടറിയുന്നു ചിലരിതു, കണ്ടാലും തിരിയാ ചിലർക്കേതുമേ, കണ്ടതൊന്നുമേ സത്യമല്ലെന്നതു മുമ്പേ കണ്ടിട്ടറിയുന്നിതു ചിലർ. പിന്നെ പറയുന്നു, മനുജാതിയിൽ തന്നെ പലവിധം മനസ്സിനു വിശേഷമുണ്ടോർക്കണം. ചിലർ തൻ്റെ മുന്നിൽ കാണുന്ന ഈ പ്രപഞ്ചമേ സത്യമല്ല എന്ന് മനസ്സിലാക്കി കൂടുതൽ ആഴങ്ങളിലേക്ക് ചിന്തകൾ പായിക്കുന്നു. ഉപനിഷത്ത് ചിന്തകളിലേക്ക് തിരിഞ്ഞ് ഇതെല്ലാം, ഈ കാണുന്നതെല്ലാം ഒരു മായയാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇങ്ങനെ 3 വിഭാഗമുണ്ട്. ഒരു കൂട്ടർ മനുഷ്യ ജീവിതത്തിൻ്റെ നിഷ്ഫലത വേഗത്തിൽ മനസ്സിലാക്കുന്നു. വേറെ കൂട്ടർ എത്ര കണ്ടാലും മനസ്സിലാകാതെ കഴിഞ്ഞുകൂടുന്നു. പിന്നെയോ മറ്റൊരു കൂട്ടർ ഈ പ്രപഞ്ചം തന്നെ അനിത്യമാണെന്ന് കണ്ട് ഉപനിഷത്ത് ചിന്തയിലേക്ക് സമ്പൂർണ്ണ വിരക്തിയുടെ ആത്മീയ ലോകത്തിൽ അഭയം തേടുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിനെയാണ് മനുഷ്യജാതിയിൽ തന്നെ പലവിധം മനഃശക്തിയുള്ളവരുണ്ട് എന്നിവിടെ പറയുന്നത്. മനുജാതിയിൽ തന്നെ പലതരത്തിലുള്ള മാനസികാവസ്ഥയുള്ള ആളുകളുണ്ട്, പലതരത്തിലുള്ള ചിന്താശേഷികളുള്ള ആളുകളുണ്ട്. ഇതിനെയാണ് അധികാരി ഭേദം എന്നതുകൊണ്ട് ഇവിടെ ആചാര്യൻ പറഞ്ഞു തരുന്നത്. ഇങ്ങനെ പല മനസ്ഥിതിയുള്ളവർക്ക് ആയതുകൊണ്ട്, പല മനസ്ഥിതിയുള്ള ആളുകളായതുകൊണ്ടാണ് പല ശാസ്ത്രങ്ങളും ഇവിടെ ഉണ്ടായിരിക്കുന്നത്. വേദത്തിൽ കർമ്മകാണ്ഡങ്ങളുണ്ട്. ഈ ലോകത്തിൽ സുഖമായി ജീവിക്കാൻ ഇന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന കർമ്മശാസ്ത്രങ്ങൾ അനവധിയായിട്ട് ഉണ്ട്. ഹരിനാമകീർത്തനത്തിലെ 59-ാമത്തെ ശ്ലോകത്തിൽ വ്യക്തമായിട്ട് നമുക്കിത് കാണാൻ കഴിയും. ശക്തിക്കു തക്ക വഴിയിത്തം ഭജിപ്പവനു ഭക്ത്യാ വിദേഹ ദൃഢവിശ്വാസമോടുമധ ഭക്ത്യാ കടന്നു തവ തൃക്കാൽ പിടിപ്പതിനയക്കുന്നതെന്നു ഹരിനാരായണായ നമ. ഓരോ മനസ്സിൻ്റെയും പക്വതക്കനുസരിച്ച് സത്യസ്ഥിതി ഉപദേശിക്കേണ്ടതുണ്ട്. അങ്ങനെ കരുതിയാണ് ശാസ്ത്രങ്ങൾ പല രീതിയിൽ സത്യസ്വരൂപത്തെ വിവരിച്ചിരിക്കുന്നത്. എപ്പോഴും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പ്രവൃത്തിമാർഗം തന്നെയാണ് നല്ലത്. അങ്ങനെ പ്രവൃത്തിമാർഗം ആഗ്രഹിക്കുമ്പോഴും അതിൽ സത്യസന്ധത, ധാർമ്മികത എന്നിവ ആവശ്യമാണ്. ആ രീതിയിൽ കർമ്മം ചെയ്യാൻ ഉപദേശിക്കുന്നതാണ് കർമ്മശാസ്ത്രങ്ങൾ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കർമ്മശാസ്ത്രങ്ങൾ. പിന്നെയോ വേദത്തിലെ കർമ്മകാണ്ഡവും സ്മൃതികളും കർമ്മശാസ്ത്രങ്ങളാണ്. ഈ പറയുന്ന കർമ്മശാസ്ത്രങ്ങൾ കൂടാതെ സാഖ്യശാസ്ത്രം, യോഗശാസ്ത്രം, സത്യം വെളിപ്പെടുത്തുന്ന അനവധിയായിട്ടുള്ള മറ്റു പല ഇതുപോലുള്ള ശാസ്ത്രങ്ങൾ വേറെയുമുണ്ട്. അതിൽ കപില മഹർഷി രചിച്ചതാണ് സാഖ്യശാസ്ത്രം. വേദാന്ത ശാസ്ത്രമാകുന്ന ഉപനിഷത്തുക്കളിൽ പ്രസിദ്ധമായ ദശോപനിഷത്തുക്കളിലെ തത്വങ്ങളെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്രങ്ങളാണ് ദർശനങ്ങൾ എന്ന് പറയുന്നത്. ന്യായം, വൈശേഷികം, സാഖ്യം, യോഗം, ജ്ഞാനം, മീമാംസ എന്നിവയാണ് ഷഡ് ദർശനങ്ങൾ, 6 ദർശനങ്ങൾ എന്ന് പറയുന്നത്. ഭൂമിയെയും ജീവനെയും പ്രപഞ്ചത്തെ മുഴുവനായി തന്നെയും ഇതിനെ നിയന്ത്രിക്കുന്ന ഈശ്വരനും ഇതാണ് ഈ ദർശനങ്ങളിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത്. ഇതിൽ ഒന്നാമത് നിൽക്കുന്നതാണ് സാഖ്യദർശനം. അതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ശാസ്ത്രങ്ങൾ അനവധിയാണ്. അവയെപ്പറ്റി പറയാൻ തുടങ്ങിയാൽ അവസാനിക്കില്ല. അത് അവിടെ നിൽക്കട്ടെ എന്നാണ് ആചാര്യൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ ഭാവന, നമ്മുടെ മനസ്സിന്റെ താല്പര്യം എന്താണോ അതനുസരിച്ച് കൊണ്ട് ഈശ്വരനോട് അടുത്തു ചേരാനുള്ള കർമ്മപന്ഥാവുകൾ കണ്ടെത്തി അതിലൂടെ യാത്ര ചെയ്ത് ആ മോക്ഷപദത്തിലേക്ക് ചരിക്കുക എന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്.